ക്രെയിം വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത്. ടൈം കാരണം കുറച്ച് അധികം നേരം പുള്ളി അവിടെ കിടന്ന്, കാരണം ട്രെയിൻ ഓടി വരണമല്ലോ, ക്രെയിം വന്നു കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ച് നേരം അവിടെ കിടന്ന്, ഒരു മണിക്കൂറോളം കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ആദ്യം കൈയൊക്കെ ഒന്ന് അനക്കായിരുന്നു, അതിൻ്റെ അടിയിൽ കിടന്ന് നമ്മൾ നോക്കുമ്പോൾ, പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റില്ലത്. ആ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ ഈ NH ചെയ്യേണ്ടത് ഈ റോഡ്, ഈ ടാർ മാറ്റിയിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം. അതെ, കാരണം ഇവർ ഈ കുമ്പളം ടോൾ വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ, അതിനു വേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കുഴപ്പമാണ്. ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാൻ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഇതിനു മുമ്പ് ഒരു ദിവസം ഒരു KSRTC ഇടിച്ചിട്ട് ഇതേപോലെ ആരും ഇല്ലായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു വെട്ടം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കാണാൻ പറ്റും. ഇത് അതുപോലെ ഇപ്പം തെക്കോട്ട് പോകുന്ന വണ്ടിയാണ്, വടക്കോട്ട് പോകുന്ന വണ്ടികളാണെങ്കിലും സിഗ്നല് നോക്കാറില്ല ഇവര്. സിഗ്നല് റെഡ് ആണേലും അടിച്ച് കത്തിച്ചങ്ങോട്ട് പോണേ. ഞങ്ങളിത് സ്ഥിരം കാണുന്ന ആളുകളാണ്, ഞങ്ങൾ ഇവിടുത്തുകാരാണ്. പിന്നെ ഇതിന് മുമ്പ് ഈ സിഗ്നലിൽ ഒരെണ്ണം ഇടിച്ച് സിഗ്നലിൽ പോയതാണ്. ഒരു വണ്ടി വന്ന് ഇടിച്ച് അത് കഴിഞ്ഞിട്ട് കുറെ നാൾ സിഗ്നൽ ഇല്ലാണ്ട് കുറെ പ്രക്ഷോഭങ്ങളും കാര്യം വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ സിഗ്നൽ വന്നത്. അപ്പൊ ഇതിനൊക്കെ ആരോടാണ് നമ്മൾ പറയണത്? അത്ര ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മീഡിയം സ്പീഡ് ഉണ്ട്. അപ്പൊ ആ സിഗ്നലിലാണ് ഇവർക്ക് ചവിട്ടാൻ കിട്ടിയത്. ഗണേഷ് കുമാറിനെ ശരണ്യസിനെ പറ്റി ശരണ്യ എന്ന് പറഞ്ഞ സർവീസ് നടത്തുന്ന ബസ് ഇന്നലെ ഇവിടെ നിന്ന് അവൻ സിഗ്നൽ കട്ട് ചെയ്ത് പോയി. പിടിച്ചിട്ട് വാണി സർവീസിൽ കൂടി വന്നിട്ട് ഇവിടെ നിന്നുള്ള സിഗ്നൽ വീഴുമ്പോ അതിന് ഓപ്പോസിറ്റ് എടുത്തിട്ട് പോയി. സിഗ്നൽ കട്ട് ചെയ്ത് എടുത്തിട്ട് പോയത്. ഒരു പ്രാവശ്യം ഇവിടെ പിടിച്ച് താണി കൊടുത്താണ്. പക്ഷെ അവർ ഇതെല്ലാം സ്ഥിരമായിട്ട് ശരണ്യ എന്ന് പറഞ്ഞ ബസ് അവർ സ്ഥിരമായിട്ട് ഒരു മര്യാദ ഇല്ലാന്ന് ഡ്രൈവ് ചെയ്യണത്. എരമല്ലൂർ ബസ്സൊക്കെ പോണത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. ഈ ബൈക്കുകാർ പാവങ്ങൾ പണിയും കഴിഞ്ഞ് ഇടതുവശത്ത് വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതേപോലെ KSRTC ഇടിച്ചത് രാത്രി 2 മണിയായപ്പോഴാണ്. അന്ന് ആരും ഉണ്ടായില്ല. 2 മണിക്ക് മിന്നൽ സർവീസ് ഒരു കാറുകാരൻ ക്രോസ് ചെയ്തപ്പോൾ ഇടിച്ച് 2 മണിയായപ്പോൾ അത് ബസ് ഇടിച്ച് മീഡിയത്തിൽ കയറി. യാത്രക്കാർക്ക് പരിക്കുണ്ടായില്ലെന്ന്. എപ്പോഴും പനങ്ങാട് പോലീസുകാർക്ക് പാവങ്ങൾ അവർ മാത്രം രാത്രി വന്നിട്ട് ഇവിടെ നിന്നിട്ട് പാവപ്പെട്ടവരെ നിൽക്കണം. ആരും ഉണ്ടാവില്ല. ജനങ്ങളുടെ ഒരു ജീവിതത്തിന് ഒരു ഇതുമില്ല, ഒരു വിലയില്ലാത്ത ആൾക്കാരെ ഇവിടെ എല്ലാവരും. ഗവൺമെന്റ് ഒന്നും ചെയ്യൂല, പഞ്ചായത്തും ചെയ്യൂല, സർക്കാരും ഒന്നും ചെയ്യൂല.